ഇവിടെ വെച്ചോ, മുടിയിൽ വെച്ചോ. വാവ്, സൂപ്പറായി. മുള്ളാവൂട്ടത്, തൊടാൻ പാടില്ല. വെള്ളം വേണം. അപ്പുവാണ് വാട്ടർ ബോട്ടിലും കൊണ്ട് നടക്കുന്ന ആള്. ഇത് അക്കുവിൻ്റെ വാട്ടർ ബോട്ടിൽ കുടിക്കാനുള്ളൊരു കൊതിയല്ലേ, അല്ലാതെ വെള്ളത്തിന് ദാഹമുള്ള ആളൊന്നും അല്ല അത്. വെറുതെ കുടിച്ച് തീർക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വരും. ഓരോ ഉടായ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുക. വായോ വായോ, മെല്ലെ നടന്നാ മതി. പോലീസ് വണ്ടി അറിയോ? അല്ല, ഇത് വണ്ടി അല്ലെങ്കിൽ വരുമ്പോ ഈ പാക്കിന് സാധനല്ല. പിന്നെ പോലീസിനെ വെച്ചേക്കുന്നത്. ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാട്ടോ. എങ്ങനെ വണ്ടി വരുന്ന പോലെ അല്ലേ അടുത്തുനിന്ന്? ഇവിടെ റോഡാണേ, അതുകൊണ്ട് വണ്ടി വരുന്ന പോലെ ഉണ്ടെന്ന് പറയാൻ എന്താ. നമ്മുടെ ആൽമരങ്ങളാണ് കേട്ടത്. ഇതേതാ അറിയോ? ചെറുനാരങ്ങ. ഇതേതാന്നറിയോ? ബദാം. കണ്ടോ, ബദാമിന്റെ നട്ട്സ് ഉണ്ട് അതില്. ഇത് ആപ്പിൾ ഒന്നും അല്ല, അതൊരു തരം ഈ ചെടീന്റെ കായാണത്. അല്ല, ഈ ചെടീന്റെ അല്ല. പിന്നെ നിറയെ മുരിങ്ങേന്റെ ഇല പൂത്തിട്ടുണ്ട് അല്ലേ? മുരിങ്ങക്കായ ഉണ്ടാവാൻ വേണ്ടി പൂത്തിട്ടുണ്ട്. ഏത്? അതൊരു കുഞ്ഞി കിളികളൊക്കെ തിന്നുന്ന ഒരു പഴമാണ്. നിനക്കല്ല തിന്നാൻ പറ്റും, അത് കിളികൾ തിന്നുന്ന കേട്ടോ. അത് വേണം. ഇത് ആപ്പിൾ അല്ല പൊന്നു, ഇത് ഈ മരത്തിന്റെ കായാണ്. ആപ്പിളിന്റെ പോലെ തോന്നണ്ട, അത് ആപ്പിൾ അല്ല. ഇത് കിളികളൊക്കെ തിന്നുന്ന ഒരു പഴമാണ് കേട്ടോ. നിറയെ നിലത്തൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ ആ കായ? നീ ആദ്യമായിട്ട് അതൊക്കെ കാണണല്ലേ? നന്ദ കുറെ മുന്നേ ഇതിലൂടെ വന്നെങ്കിലും കുറച്ച് ബോധമായിട്ട് നടക്കണം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാ അല്ലേ? എല്ലാം ശ്രദ്ധിച്ച് നിലത്തത്തെ സാധനങ്ങളൊക്കെ പെറുക്കി നടക്കുക നന്ദ. അവിടെ കുറച്ച് പൂക്കളുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കൾ. ഫോട്ടോ എടുത്താലോ നന്ദ? പൂക്കൾ കണ്ടോ? എന്ത് ഭംഗിയില്ല പൂക്കൾ, നോക്ക്. ഇതാണ് വയലറ്റ് കളർ, കണ്ടോ? ഇതാണ് വയലറ്റ് കളർ കേട്ടോ. ചോദിക്കരുത് ഇനി, മെല്ലെ നടന്നാൽ മതി. നോക്കട്ടെ എവിടെ വേദന. ഇതാണ് ഞാൻ അന്നെ കൂട്ടി എങ്ങോട്ടും ഇറങ്ങാത്തത്. കാറിന്റെ അവിടെ വരെ നടന്നാ മതി. വാ, അവിടെ വരെ നടക്കാൻ പറ്റൂലേ? അപ്പൊ എന്നോട് അതുകൊണ്ടല്ലേ നന്ദ ഞാൻ ഓടല്ലേ എന്നൊക്കെ പറയണത്? മുട്ട് വേദനിക്കുന്നോണ്ടല്ലേ? പിന്നെന്താ? എനിക്ക് കാല് വേനിക്കില്ല. ഇല്ല, ഇപ്പൊ വേനിക്കില്ല. മെല്ലെ നടന്നാ മതി, അപ്പൊ വേനിക്കില്ല. വൈറ്റ് കളർ അല്ലേ? അത് സോക്സ് ആണ്. കൈപിടി, കുറച്ച് നേരം കൂടി ഉള്ളൂ കേട്ടോ. കുഴങ്ങി കുട്ടിയില്ലേ, വെള്ളം ഉണ്ടാമേനെ വണ്ടിയിൽ കേട്ടോ. ഞാൻ അവളോട് ശരിക്കും മുട്ട് വേനിക്കുണ്ടോ ചോദിക്കുകയാണേ. അപ്പോൾ അവള് പറയണേ ഞാൻ അമ്മേനോട് കള്ളത്തരം പറയുമോന്ന്. കള്ളത്തരം പറയാത്തൊരു മുതല്. വാ, മുട്ട് വേനിക്കുന്ന ആളാണോ അങ്ങനെ ചാടുന്നേ? വാ, എത്തി, വണ്ടി കയറാറായി. വാ, വണ്ടി കാണാണ്ട്. ഞങ്ങൾ വണ്ടി വഴിയിൽ നിർത്തിയിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. അക്കുടു വാ.
വായോ വായോ. ഇത് ഞങ്ങളെ ഖത്തറിൻ്റെ നമുക്ക് വേണ്ടാത്ത പഴയ ഡ്രസ്സുകളൊക്കെ, നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ള അതിന് അങ്ങനെ ഇടുന്ന ബോക്സാണ് കേട്ടോ. ഇതിൽ കൊണ്ട് ചാരിറ്റി ബോക്സാണ്, ഇതിൽ കൊണ്ടിട്ടാൽ മതി. കയറിക്കോ. അക്കു സൈക്കിളിൽ തന്നെ വരും, ഞാനും നന്ദി വണ്ടി എടുത്ത് വരും അല്ലേ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട് കയറ്. ഇല്ലല്ല, സൈക്കിളിൽ അങ്ങനെ വരാൻ പറ്റില്ല. പിന്നെ കയറി കയറി, എന്താ വണ്ടി കയറി. ഒന്ന് പോയിക്കോ, മെല്ലെ പോണോ, സൂക്ഷിച്ചു പോണോ കേട്ടോ. എനിക്കറിയില്ലാന്നോ, ഇനി നമ്മള് വീട്ടിലേക്കാ പോണത്. നടന്നു കഴിഞ്ഞു അല്ലേ? നടന്നിട്ടൊന്നുമില്ല, നടന്നപ്പേക്ക് പറഞ്ഞു അയ്യോ കാലുവേദന മുട്ടുവേദനാന്ന്. ചാർജ് കളയേ. ഇതെന്താ കാണിക്കുന്ന നീ? വണ്ടിയാണോ കാണിക്കുന്നത്? അക്കുചേട്ടൻ എവിടെ മുന്നേ പോയിട്ടുണ്ടാവും. ഇപ്പൊ അക്കുചേട്ടനെ കാണുന്നുണ്ടോ നോക്ക്. അക്കുചേട്ടൻ അങ്ങെത്തി, അക്കുചേട്ടൻ അങ്ങെത്തി. അതാ പോന്ന്, ആ ജംഗ്ഷനിലെത്തി. അതാ അങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പൊ കണ്ടോ അക്കുചേട്ടൻ പോണ കണ്ടോ? ഇതല്ല കേട്ടോ അത്, കണ്ടോ? അതാ അക്കുചേട്ടൻ. കണ്ടോ, അതാ അക്കുചേട്ടൻ പോയി. കാണിച്ചു കൊടുത്തോ? ഒരു തിരിവ് തിരിഞ്ഞാ മതി അല്ലേ വീടൊക്കെ? അയ്യോ, നമ്മളെ പാർക്കിങ്ങിൽ ആരോ വണ്ടി ഇട്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ പാർക്കിങ്ങിൽ വേറെ ആരോ വണ്ടി ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇവിടെ ഇടാം. ഇതാണ് പാർക്കിങ്ങിൽ ആരോ വണ്ടി ഇട്ടുണ്ട്. പൊട്ടത്തെ വേറെ ആരോ വണ്ടി ഇട്ടു. ആരാ വണ്ടി ഇട്ടത് ഇവിടെ? ഇതും പാർക്കിങ്ങിന്റെ നമ്മളെ രംഗണ്ണൻ പോയ ഇതാണ്. കണ്ടോ? എവിടെയും പാർക്കിംഗ് ഇല്ലല്ലോ. എവിടെയും പാർക്കിംഗ് ഇല്ല പൊന്നെ, നമ്മള് പെട്ടു. അന്നെ വീഡിയോ ഓഫ് ആക്കി എന്റെ ചാർജ് കഴിയും. ഇല്ല മത്തർക്കരയോ? മത്തർക്കറിയും മത്തൻകറിയല്ല. ഇവിടെ എവിടെയും പാർക്കിംഗ് ഇല്ല നമുക്ക്. ഇല്ലേ, അതൊക്കെ ഡോറല്ലേ. ഇനി എന്ത് ചെയ്യും പൊന്നെ? തൽക്കാലം ഈ സൈഡിലിട്ടാണ്. സോച്ചനെ വിളിക്കുകയില് ഇവിടെ ഇടാം നമുക്ക്.